കാരണവശാലും ആര് പറഞ്ഞാലും സബ്, ലൈക്ക്, കമന്റ് ഒന്നും പിൻ ആ ചെയ്ത് ഇല്ല വെക്കരുത്. ഇല്ല ഇല്ല. നമ്മൾ ഈ ചാനല് ലൈവ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സെർച്ചിങ് പോലെ ഒരെണ്ണം വരുന്ന കണ്ടിട്ടുണ്ടോ? ആ അതിനകത്ത് എല്ലാം കൗണ്ടിങ് ഉണ്ട്. നമ്മൾ എത്ര പേര് വന്നു, എത്ര ലൈക്ക് നമുക്ക് കിട്ടി, ആ എത്ര കമന്റ് എല്ലാം കാണിക്കും. കമന്റ് വന്നു, എന്നിട്ട് ഉം. അതിന്റെ ഇത് ഗ്രാഫ് സഹിതം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അന്നേരം ഉം. നമ്മൾ ഇതേ രീതിയിൽ ഇപ്പൊ AI ആണ്. AI യുടെ അടുത്ത് നമ്മുടെ അച്ഛനും അമ്മയും കറക്റ്റ് ആണെന്ന് ചോദിച്ചാൽ തന്നെ അവർ കറക്റ്റ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അവർക്കടുത്ത് ഒരു കള്ളത്തരവും പറ്റത്തില്ല. അന്നേരം ഉം. ആ രീതിയിൽ നമുക്ക് വാച്ചോറ് കുറയും. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വേറെ ഒന്നുമില്ല, കറക്റ്റ് ആയിട്ട് നമ്മൾ 1 മണിക്കൂർ ലൈവ് ഇട്ടാൽ നമുക്ക് 4-5 മണിക്കൂർ കിട്ടും. പക്ഷെ ഉം. നമ്മൾ അതിനകത്ത് നെഗറ്റിവിറ്റി കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കിട്ടത്തുള്ളൂ. ഉം. 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 മുമ്പേ എന്ന് പറയാൻ നമുക്ക് മണിക്കൂറിന്റെ മണിക്കൂർ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമുക്ക് മണിക്കൂർ അറിയാൻ പറ്റത്തില്ല. ഉം. പിന്നെ നല്ല രീതിയിൽ ചാനൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ചാനൽ നല്ല ഉയർച്ചയിൽ വരട്ടെ. പിന്നെ എൻ്റെ ആദ്യമേ ഒരു ചാനൽ തുടങ്ങി, ഞാൻ 2-2.5 വർഷമായിട്ട് ഇതിനകത്ത് ഇറങ്ങിയിട്ടുള്ളൂ. ഒരു 10K ഉള്ള ഏകദേശം 9700 സംതിങ് ഉള്ള ഒരു ചാനൽ എന്റെ ടെർമിനേറ്റ് ആയി പോയി. അയ്യോ, അതെന്നെ പറ്റി? അതെന്നെ പറ്റിയതറ, ഞാൻ മെയിൽ ചെക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മെയിൽ ചെക്ക് ചെയ്യണം, 2 ദിവസം കൂടുമ്പോഴെങ്കിലും മെയിൽ ചെക്ക് ചെയ്യണം. ഉം. നമ്മൾ ഇടുന്ന വീഡിയോസോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ മെയിലായിട്ടാണ് അയക്കുന്നത്. ആ അല്ലെങ്കിൽ എന്റെ അത് ഇതായി പോയത് എന്ന് പറഞ്ഞാൽ 9600 സബ്ബ, 1-2 അല്ല, 10K അടുത്ത് സബ് ഉണ്ടായിരുന്നു. ഉം. 180 വാച്ചോറും കൂടെ മതി ഹാഫ് മോണി ആവാനായിട്ട്. ഓ. ആ ചാനല് പോയി. അന്നേരം അന്ന് രാത്രി 12 മണിക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടിട്ട് രാവിലെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇട്ട് 12 ആയപ്പോഴാണ് കിടന്നുറങ്ങിയത്. രാവിലെ ഇരിച്ചു നോക്കിയപ്പോ വെറും ശൂന്യം. ഓ. എന്റെ ചാനൽ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റാണീസ് വേൾഡ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങുന്നത്. എന്നിട്ട് ആ ചാനൽ ഞാൻ 2 മാസം കൊണ്ട് അത് മോണിയാക്കി എടുത്ത്. അന്നേരം തോന്നി ആ ചാനലും കൂടെ പോയാൽ ഇനി ഒന്നും കൂടെ പിടിക്കാത്ത. ആ അതും ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എനിക്കൊരു ദിവസം 80-90-നകത്ത് എനിക്ക് വാച്ചോറ് കിട്ടുന്നുണ്ട്. അത് ഞാൻ ലെവൽ ചെയ്ത് കൊണ്ടുപോവാ. ഡെയിലി ഹാർഡ് വർക്ക് കിട്ടുന്നു. ചെയ്യുന്നുണ്ട്. ഉം. ഉം. നമ്മള് ഇത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മോണി ആവുന്നവരെ നമ്മൾ നോക്കി നിൽക്കുക. എനിക്കെന്താന്നറിയോ, ഞാനിത് മെയിൻലി തുടങ്ങിയത് പാട്ട് പാടിയിടാം എന്നൊക്കെ വിചാരിച്ചിട്ടാ. പക്ഷെ അത് പാട്ട് കോപ്പിറൈറ്റ് നമ്മൾ വരുന്നുണ്ട്. പാടുമ്പോഴത്തേനും നോക്കിക്കോണം. പാട്ട് 1 മിനിറ്റ് കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ പാട്ടിന് കോപ്പിറൈറ്റ് വരും. ഉം. അത് നമ്മൾ നോക്കിക്കോണം. കോപ്പിറൈറ്റ് വന്നാൽ നമ്മളത് മോണി ആവുന്ന സമയത്ത് നമുക്കത് പ്രശ്നങ്ങൾ വരും, കൂടുതൽ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ. എനിക്ക് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു കുറെ എണ്ണത്തിന്. അന്നേരം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം കുറെ വ്യൂസ് ആയതാണ് അത്. അപ്പൊ ഞാൻ അതിന്റെ അതായത് സോങ് ഇറേസ് ചെയ്തു. സോ അത് എറക്സ് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ erase ചെയ്തു. എറക്സ് ചെയ്ത് കളഞ്ഞാൽ ഇപ്പൊ ഒരു 3K ഒക്കെ കിട്ടിയിട്ടാണ് നമ്മൾ എറക്സ് ചെയ്ത് കളയുന്നതെന്ന് പറയുന്നത്. ആ എറക്സ് ചെയ്ത് വരുന്നവരുള്ള ആ വ്യൂസ് നമുക്ക് കിട്ടും. പിന്നെ അതിനകത്ത് ആരും അങ്ങനെ കാണത്തില്ലെന്നേ ഉള്ളൂ. മ്യൂട്ടായത് തന്നെ പിന്നെ ആരും കാണത്തില്ലല്ലോ. അതെ അതെ അതെ. പിന്നെ പിള്ളേരെ ഒന്നും കാണിക്കാതിരിക്കുക. 16 വയസ്സിന് താഴെയുള്ള പിള്ളേരെ സിംഗിൾ ആയിട്ട് ആ കാണിക്കാതിരിക്കുക. അതെ. ബ്ലഡ് കാണിക്കാതിരിക്കുക. പിന്നെ ഈ മീനൊക്കെ മേടിക്കുന്നതൊക്കെ ഈ പച്ച മീനൊക്കെ കൊണ്ടുവന്നിട്ട് എന്നാ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ഇടരുത്. പിടയ്ക്കുന്നൊന്നും ഇടരുത്, സ്ട്രൈക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ആംബുലൻസിന്റെ സൗണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ ഇല്ലാതാവുകയാണെങ്കിൽ അതെ. നമുക്കതൊരു ഭയങ്കര വിഷമമാണ്. ഞാൻ അത് അനുഭവിച്ചതാണ്. അതെ അതെ അതെ. അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഓക്കെ, സന്തോഷം. അന്നേരം താങ്ക് യു സോ മച്ച്. എനിക്ക് 7:30 ആകുമ്പോ എന്റെ മുതലാളി വിളിക്കും. ഞാൻ അന്നേരം ഒന്ന് കേറിയതാണ്. നാട്ടിൽ നിന്നുള്ള ഞാൻ മുതലാളിയായിരിക്കും. മിക്കവാറും നമ്മള് ഒരു കാര്യം ശ്രദ്ധിക്കണം. ടുഗദർ ആ ലൈവ് ഇടുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മള് ആ ആള് കറക്റ്റ് ആണോ എന്ന് നോക്കണം. പേര് നമുക്ക് ഒരു ഫേക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ പേരിൽ തന്നെ ഒരു ഫേക്ക് വരുത്താം. ആ ആ മനസ്സിലായി. നമ്മള് അവർക്കുള്ള സബ് നമ്മൾ നോക്കിക്കോണം. ഉം, നമ്മുടെ ഉം, ഉം. പേര് നോക്കണം. 0 ഒക്കെ ആണെങ്കിൽ ഒരു കാരണവശാൽ അത് ഫേക്കന്മാരായിരിക്കും. ഫേക്കന്മാര് വന്നു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കാത്ത ഇതൊക്കെ ആയിരിക്കും അവര് ഇത് എനിക്കറിയാം. ചെയ്യുന്നത്. ഞാനിതിപ്പോ അത് അലക്സ് ശ്രദ്ധിക്കണം. ചായന്ന് അറിയാം. എനിക്ക് അറിയാവുന്നവരെ ഞാൻ കേറ്റാറുള്ളൂ. പിന്നെ അലക്സ് ചായ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ തത്വമസി അക്സെപ്റ്റ് ചെയ്യുന്നത്. അല്ല, അത് ഞാൻ അതും കൂടെ പറയാനാ കയറിയത്. നമ്മൾ ആ നോക്കിക്കോണം. നമ്മൾ സബ് നോക്കിക്കോണം. സബ് ഓക്കെ. ആ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അക്സെപ്റ്റ് കൊടുക്കണം. നമുക്ക് അറിയാത്തവരെ നമുക്ക് അക്സെപ്റ്റ് കൊടുക്കണ്ട. അതെ അതെ. ഓക്കെ. പിന്നെ എന്റെ ഒന്നും ഇതല്ല. നമ്മള് പിന്നെ മുഖമൊക്കെ വെച്ചിട്ട് കള്ളത്തരം കാണിക്കുന്നത്. അതെ.